രാത്രി കാണാം, നേരം വൈകി. ഈശോ! 17ാമത്തെ തവണ. എടാ റഷീദ്, 7 മണി. എനിക്കറിയാം, 10 മിനിറ്റ് കൂടെ കിടക്കട്ടെ. എടാ എന്ത് 10 മിനിറ്റ്? എടാ പോയി ബാത്റൂമിൽ എടാ. അത് നിന്റെ മറ്റവനോട് പറയടാ. മറ്റവൻ നിന്റെ എടാ ഇന്നേ ദുഃഖ വെള്ളിയാഴ്ച നിന്റെ നമ്പർ. പോയി ബാത്റൂമിൽ എടാ പോത്തെ. എടാ പോയി കഴിക്കാൻ. ഓടാ പന്നി ഓടുന്നു. ഇങ്ങനെന്തേ ഈ സത്താറപ്പായ പോയി. അവനും എണീക്കുമ്പോ വൈകി. 6:30 കഴിഞ്ഞു പോകുമ്പോ. ഹലോ ഹലോ ആ ഹലോ അബുക്ക ഇത് ഞാനാ, ഖത്തറിന്ന് ജോസൂട്ടി. വീട്ടുപേരും പോസ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കടാ, നല്ല അറിയൂ. ആ സുഖം പരമസുഖം. ഓ നല്ല ചൂടാ. അബുക്ക, പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിൽ ഹർത്താലൊക്കെ മുറക്കി നടക്കുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യേ. ഓ അതെന്നാ പറയാനാ, എന്തവന് ഒന്നോർക്കുമ്പോ അബുക്ക ആ കാര്യത്തിലൊക്കെ ബഹുഭാഗ്യവാനാ. ഒന്നുമില്ലേലും ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായിട്ട് കഴിയാലോ. ഞങ്ങളുടെ കാര്യമാ കഷ്ടം. കാര്യം പറഞ്ഞു വെക്കടാ. എന്ത് കൊലച്ചിരിയാണ് ഇക്ക. അതെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഇക്ക സൂസിക്കുട്ടിയോടൊന്ന് വരാൻ പറയണം. ശരി. ഓക്കെ ഞാൻ ഏറ്റു. ഓക്കെ. ഇവനൊക്കെ കൂടെ ഓക്കേക്ക് വിലയില്ലാണ്ടാക്കും. ഇതോടെ ഓക്കേയുടെ വില പോയി. എന്റെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഫോൺ കിട്ടിയ വീടാ. ഏത് പാതിരാത്രിക്ക് ആര് ദൂരെ നിന്ന് വിളിച്ചാലും ചെന്ന് പറയും. പക്ഷേ അയാളുമായിട്ട് അല്പം കുശലം പറയണമെന്ന് മാത്രം. വീട്ടിലടുത്ത് തന്നെ ഫോൺ കിട്ടുമെന്ന് ഇന്നലെ ഡാഡി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. കാര്യമൊക്കെ ശരി തന്നെ. അതെ, എല്ലാരും കല്യാണം കഴിച്ചു വന്നതിന് ശേഷം 24 മണിക്കൂർ ആ ഫോണിന്റെ ചൂട്ടിലാ. കൃഷ്ണേട്ടാ, ഇത്തവണത്തെ ഫോൺ ബില്ലിന്റെ ഷെയർ വാങ്ങാനേ എന്റെ അടുത്ത് വന്നേക്കരുത്. ദേ, മൊത്തമായിട്ട് ഇവന്റെ മേടിച്ചോണം. കേട്ടോ? അവനെ അങ്ങനെ ഇക്കാര്യത്തിൽ ആരും കുറ്റം പറയണ്ട. ഒരു നിക്കാഹൊക്കെ കഴിച്ച് പുതുപ്പെണ്ണെ തനിച്ചാക്കി ഇവിടെ വരുമ്പോഴേ മോനെ അതിന്റെ ഒരു വിഷമം എന്താന്ന് നീ അറിയും. ഓ പിന്നെ അവിടെ അവളൊരു നെടുവേർപ്പെടുമ്പോ നമ്മുടെ മനസ്സിലെ കൊടുങ്കാറ്റാ മോനെ വീശുക. അതാണ് കേക്ക്. മോനെ ജോസൂട്ടി, നീ വിളിച്ചോടാ, ഇഷ്ടം പോലെ വിളിച്ചോ. എന്നിട്ട് ബില്ല് വരുമ്പോ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊടുത്തടാ ഉണ്ണിയേ. അതാണ്. അതെ പിടിച്ചേ.
എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാൻ. എന്താ? പോയി പല്ലിയേക്കടാ. കർത്താവേ, സൂസിക്കുട്ടിക്ക് ഇന്നിവൻ വിളിച്ചിട്ട് കിട്ടായിരുന്ന പവർ കട്ടുള്ള ആ ഗ്രാമത്തിലേക്ക് ഞാൻ 101 മെഴുകുതിരി തരാമേ. ഇന്നാ ആമേൻ. കൃഷ്ണേട്ടാ, അല്ല, എടാ, പോയി. ഓക്കെ ഓക്കെ. നാട്ടിലേക്കുള്ള ലാസ്റ്റ് ഫ്ലൈറ്റും പോയി. ഇവനൊക്കെ ഇവിടെ വന്ന് ഇന്ത്യക്കാരുടെ മാനങ്ങൾ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സെപ്റ്റംബറിന്റെ സന്ധ്യാവേളയിൽ മാനം മുട്ട സ്വപ്നങ്ങളുമായി പറന്നിറങ്ങിയതാണ് ഞാനും. കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ കഴിയുന്നില്ല. അതാണ് ഈ രാജ്യത്തിൻ്റെ മാജിക്ക്. ഒരു പ്രതീക്ഷയില്ലാതെ എത്തിപ്പെടുന്നതിൽ പലർക്കും അവന് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. തെങ്ങും ചാരി ഒന്നും പെണ്ണും കൊണ്ടുപോയെന്ന് കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ. ടെക്നിക്കലായി എന്തെങ്കിലും അറിവുള്ളതുകൊണ്ടോ ഡിഗ്രി എടുത്തതുകൊണ്ടോ പൂർണ്ണ വിജയം ഒരു പ്രവാസിക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ബ്രഷ് തൊടാത്ത ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഹൗസ് പെയിന്റർ ആയില്ലേ? അതിൻ്റെ ഗുരുനാഥന്മാരോ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കൂലികളും എല്ലാം പടച്ചോൻ്റെ അനുഗ്രഹം. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്ത്. ഒന്ന് നിർത്തന്റെ സത്താർ ഭായി. ഈ മൂഡ് നശിപ്പിക്കല്ല സഹോദര, പ്ലീസ്. അർഹതയില്ലെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരുപാട് രാത്രികളുണ്ടായിരുന്നു ഈ പ്രവാസ ജീവിതത്തിൽ. അതെ, ഇന്നിവിടെ ഇരുന്ന സകല മൂഡ് ഇയാൾ കളയും. അവൻ പറയട്ടാ, ഹൃദയത്തിൽ തൂങ്ങി നിൽക്കുന്ന ദുഃഖം ഇറക്കി വെക്കാൻ പറ്റിയ ഇടം തന്നെ ഇവിടം. വാലാട്ടുന്ന കുടുംബവും ബാങ്ക് ബാലൻസും ഉണ്ടാകുമ്പോൾ എല്ലാം മറക്കും. നോക്കിയോ, അടുത്ത വരവിൽ സത്താറിനും ഉണ്ടാവില്ല പറയാൻ ദുഃഖകഥകള്. അതാണ് ഈ രാജ്യത്തിന്റെ മാജിക്ക്. നീ ഇന്ന് കഫീലിന്റെ അടുത്ത് പോയിട്ട് എന്തായി? എടുത്ത കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ വിടാന്ന്. ഏപ്രിലോ? അതിന് 5-6 മാസം ഇല്ലേ? 6 കൊല്ലത്തിന്റെ ദൂരമുണ്ടോ ജോസുട്ടി 5-6 മാസത്തിന്? അപ്പോ എന്റെ പോക്ക് ഏപ്രിലാവും. എടാ, ആ തൊരപ്പം മൂസാക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ജോസുട്ടിയെ നീ വാടക കൊടുത്തില്ലടാ? പിന്നെ ഞാൻ നേരിട്ട് ഒന്ന് കൊടുത്താ. പിന്നെ ആരാ? അസ്സലാമലൈക്കും. നേരെ വിട്ടോ, പുള്ളി മുകളിലുണ്ട്. എന്താ ആളമക്കാരൊക്കെ ഇറങ്ങണ ഇവിടുന്ന്? ലോട്ടറിക്കാര് പറയണ പോലെ നാളെ നാളെ എന്ന് പറയൽ തുടങ്ങിയിട്ട് മാസം 3ആയി. വേഗാവട്ടെ, അന്റെ പെട്ടിയും പ്രമാണം എടുത്ത് വേഗം പോകാൻ നോക്ക്. അല്ല മൂസക്ക, ചിട്ടി ഒന്ന് കിട്ടിക്കോട്ടെ. എന്ത് ചിട്ടി? ചിട്ടിയും പട്ടിയും കിട്ടിയിട്ട് കായ് തന്നാ മതി എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അനക്ക് മുറി തന്നത്. വേറെ വഴിയില്ലാത്തോണ്ടല്ലേ മൂസക്ക, ഞാനെന്താ ചെയ്യാ? ഒന്നും പറയണ്ട. അന്റെ പെട്ടിയും പ്രമാണം എടുത്ത് ഇപ്പൊ തന്നെ അറിയിക്കോ. അവിടെ കായില്ലെങ്കിലേ ചട്ടി എടുത്ത് തെണ്ടാൻ അറിയിക്കോ. ആനക്കൊക്കെ ആ പണി നന്നായി ചേരും. നിങ്ങൾ പറയുന്നൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ കാക്കാ? മോന്റെ പ്രായമുള്ളവനെ ഇത് കണ്ട സത്താറേ, ഓൻ എന്റെ ചെറുമോന്റെ പ്രായമുള്ളൂ. എന്നിട്ട് എല്ലാം കൈ നോക്കിയേക്കണേ. മുസക്ക, നിങ്ങളെ മോനാന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കേ. എന്താ മൂസാക്കത്? ക്ഷമ വേണമെങ്കിൽ ക്ഷമിക്കും, പക്ഷെങ്കിലേ എന്റെ കായ് കിട്ടണം. നിങ്ങൾക്ക് നിങ്ങളെ പൈസ അല്ലേ വേണ്ടല്ലോ? ഇതാ പിടിച്ചേ, പൈസ പിടി. എടാ, അന്റെ കയ്യിലിരിപ്പുണ്ടോ അന്റെ കെട്ടിയോട് കണ്ണി കണ്ണൂടെ പോയത്? പൈസ കിട്ടിയില്ലേ? നടന്നേ, നടക്ക അങ്ങോട്ട് നടക്ക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പില് ഞാനൊരു ബഫൂണായില്ലേ സത്താറെ? അതൊക്കെ അംസക്കാക്ക് വെറുതെ തോന്നുന്നതാ. ഇന്ന് അംസക്കാക്കുണ്ടായ ഈ അവസ്ഥ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാ. ഈ കൊടും വെയിലത്ത് തളർന്നു വീഴുമെന്ന് തോന്നിയപ്പോഴൊക്കെ എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ വീട്ടുകാരുടെ മുഖമായിരുന്നു മനസ്സിൽ. തിളച്ചുമറിയുന്ന ഈ മഹാനഗരത്തിൽ ഒരു തണൽ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. മൂസൊക്കെ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഇനി കുറച്ച് രൂപ കൂടിയല്ലേ കൊടുക്കാനുള്ളൂ. അതിനെന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇല്ല കൃഷ്ണേട്ടാ? പിന്നെ ഇതുവരെ ഞാൻ വാടക തിരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം കുറച്ച് രൂപ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അവൾ വിളിച്ചപ്പോൾ എന്താവശ്യമാണെന്ന് പോലും ചോദിക്കാതെ ഞാൻ അവൾക്ക് പണം അയച്ചു കൊടുത്തു. പലരിൽ നിന്നും കടം വാങ്ങിച്ച്. എന്നിട്ടും
അവൾ എന്നോട് കയ്യിലുള്ള കുപ്പിവള പോലും തിരിച്ചേൽപ്പിച്ച് കൊണ്ടുവന്നത് ഞാൻ. കുടുംബത്തിൽ 10 വയസ്സിന് മേലോട്ടുള്ള എല്ലാവർക്കും മാസാമാസം പണം അയച്ചിരുന്നോ ഞാൻ. എന്തിനാണെന്നറിയോ? എൻ്റെ ഭാര്യയോടും മകളോടുള്ള സ്നേഹത്തിന് കുറവ് വരാതിരിക്കാൻ സ്നേഹിച്ചു. അവർ വഴി തെറ്റുന്ന കണ്ടിട്ട് പോലും സ്നേഹം കൊണ്ട് മിണ്ടാൻ കഴിയാതെ അവർ നിശബ്ദം നോക്കിയിരുന്നു. അതവൾക്കൊരു പ്രോത്സാഹനമായി. പിന്നെ എന്തിനാ ആ പെണ്ണിനെ പറ്റി വീണ്ടും വീണ്ടും പറയുന്നത്? അത് പോട്ടെ, നാട്ടിൽ വേറെ പെണ്ണില്ലേ? നീ കെട്ടിട്ടില്ലല്ലോ. നിഷ്കളങ്കമായിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നവർക്ക് അയൽക്കാരുടെ വക ഒരു ഓമന പേരുണ്ട്, പെൺകൂസൻ. അതായിരുന്നു ഞാൻ. അതുകൊണ്ടാ 13 വർഷത്തെ വേർപ്പ് ഞാൻ അവളിൽ അർപ്പിച്ചത്. ഒന്നിലും ഇന്നേ വരെ ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒന്നിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ പ്രവാസിയും സമാധാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാ അത്. മാർബിൾ കൊട്ടാരം കെട്ടി നെറുകയിലൊരു ഡിഷും ഫിറ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാം തികഞ്ഞെന്നുള്ള നമ്മുടെ ഭാവം ഉണ്ടല്ലോ, അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട ഒരു ക്യാൻസർ രോഗിയെപ്പോലെ നിലവിളിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ കാണാത്ത അന്ധന്മാരാക്കി മാറ്റുന്നു. അതിലൊരു കണ്ണിയാടോ ഞാനും. നാട്ടിലെത്തിയാൽ ഇങ്ങോട്ട് എല്ലാ തിരക്കും ഒഴിഞ്ഞ് പുതുപ്പെണ്ണിനെ പോലെ എൻ്റെ രുക്മിണി കിടപ്പുമുറിയിലെത്തും. പിന്നെ 16കാരുടെ ഇണക്കവും പിണക്കവും തമാശയും പൊട്ടിച്ചിരിയും. പിന്നീടൊരു നെടുവീർപ്പിന് ശേഷം എൻ്റെ മാറിൽ തളർന്നു കിടന്ന് തേങ്ങും. തലനരച്ച് അവളുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിക്കരയുകയായിരിക്കും. ഇതെല്ലാം അനുഭവിക്കേണ്ട സമയത്ത് ഭാഗ്യാന്വേഷകരായി നമ്മളിവിടെ. വെറും ഒരു ടാക്സി ഡ്രൈവറായിരുന്നു ഞാൻ. തുടങ്ങി ജോസൂട്ടിയെ. മൂത്ത സഹോദരിക്ക് നാഴിയും ചിരട്ടയും പോലെ 4 മക്കള്. എനിക്ക് താഴെ 2 വേറെയും. രോഗശയ്യെ കിടക്കുന്ന അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ആകെയുള്ള ഒരു ആന്തരിയുടെ മംഗളകർമ്മം കാണുകയെന്നുള്ളത്. ഞാനും തടസ്സം നിന്നില്ല. ഗുരുവായൂർ വെച്ചായിരുന്നു താലികെട്ട്. അളിയനും കൂട്ടുകാരും ആദ്യം പുറപ്പെട്ടു. 7 മണിക്ക് എൻ്റെ കൂടെ മണവാട്ടിയെ പോലെ ക്ഷേത്രത്തിൽ വന്ന എൻ്റെ ചേച്ചി 12 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നത് വിധവയായിട്ടായിരുന്നു. എൻ്റെ ബാധ്യത ഇരട്ടിയാവുകയായിരുന്നു. എനിക്ക് കിട്ടുന്ന 200 രൂപ അച്ഛൻ്റെ മരുന്നിനും ഞങ്ങളുടെ വിശപ്പിനും തികയാതെ വന്നപ്പോൾ സ്വന്തമായ ഒരു ടാക്സി ആയാൽ തിരിച്ചു പോകണമെന്ന ആശയോടെ ഇറങ്ങിയതാ ഇവിടേക്ക്. 3 ടാക്സികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. പക്ഷെ നാട്ടിലൊരു 2 വീലർ പോലും വാങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ദേ വാട്ടർ അതോറിറ്റിയും. കുറെ കാലമായി ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നു. കണിയുണ്ട്. ഒത്തിരി പേര് ജീവിച്ചു. എൻ്റെയും രുക്മിണിയുടെയും ജീവിതം അവർക്ക് വേണ്ടി ദാനം കൊടുത്തു. എന്താ ഇത്? പാട്ട് ഇത്രയും ബോറായിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ശല്യം ചെയ്യാ. അത് ശരി. ഇനി എല്ലാവർക്കും അറിയാവുന്ന കഥകളാ. അച്ഛന്റെ അമ്മയുടെ അന്ത്യകർമ്മത്തിന് എത്താൻ കഴിയാത്തതും മനപ്രയാസവും മോഹാത്സ്യപ്പെട്ട് വീണതും ഇതൊക്കെ 5-6 കൊല്ലമല്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? കൃഷ്ണേട്ടൻ ഇതൊക്കെ പറയാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതാ കഷ്ടം. അത് ശരി. ഉണ്ണി വല്ലതും പറഞ്ഞോ? ഏയ് ആക്കല്ലേ കൃഷ്ണേട്ടാ, ഞാൻ നിർത്തി. അതാണ് 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 ഓരോ ആളുകൾക്കുണ്ട് അവരുടെ പ്രശ്നങ്ങൾ. ചിലർ പറയുന്നു, ചിലർ നിശബ്ദരാകും. സൂസി, കരയല്ലേ സൂസി, ഞാൻ വരും, നീ കരയല്ലേ സൂസി, കരയല്ലേ സൂസി. സൂസി എന്താ? സൂസി, ജോസുട്ടി, സൂസി, ജോസുട്ടി, എന്തു പറ്റിയടാ? ജോസുട്ടി, ജോസുട്ടി, എന്തേ? സൂസി, എന്റെ സൂസി. അവനിന്ന് അവന്റെ സൂസിക്ക് വിളിച്ചിരുന്നു. സ്വപ്നം കണ്ടതാ നീ കിടന്ന് ഉറങ്ങാൻ നോക്കാം. സൂസിക്ക് എന്ത് പറ്റിയെന്നാ? എന്തു പറ്റിയാലും സ്വപ്നത്തിലല്ലേ, വിട്ടുകളാ.
എന്റെ ശൂശി ഒന്ന് മിണ്ടായി കിടക്കണ അവിടെ. ഒരു കൊല്ലവും മര്യാദയ്ക്ക് ഉറങ്ങിട്ട്. ഡാ, നിന്റെ സൂസി നഴ്സിംഗ് കഴിഞ്ഞല്ലേ, നീ അവക്ക് ഇവിടെ ഒരു ജോലി ഏർപ്പാടാക്കാൻ നോക്ക്. അതാണേ ഞങ്ങൾക്കേ വിശ്വസിച്ച് കിടന്നുറങ്ങാനുള്ളതാണേ. ഞാനൊരു ബാച്ചിലറാണ്. എവിടെയോ കിടക്കുന്ന എന്റെ മൊഞ്ചത്തേക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന എന്റെ കന്നികാത്തം നീയായിട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്റെ കുട്ടാ. അതാണ് അതാണെന്നല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഓ ആ, നിനക്ക് ഒരുത്തി വരുമ്പോഴേ അതിന്റെ ഒക്കെ പവർ അറിയുള്ളൂ ഉണ്ണിയേ. അത് അപ്പൊ നോക്ക എന്റെ ചേട്ടാ. ഇപ്പൊ പോയി തൂങ്ക്. എനിക്ക് തൂങ്ങണം. അതാണ് കൃഷ്ണൻ പോയി ഉറങ്ങിക്കോ. ചെല്ല്. അതാണ് എന്തോന്ന് കിടന്ന് ഉറങ്ങടാ. എന്റെ അല്ലോ, എന്തൊക്കെ സഹിക്കണം ഞാൻ. എടാ, ഇനി സൂസിയെ വിളിക്കരുത് കേട്ടോ രാത്രി. പിള്ള സാർ, അബ്ദുൾ സത്താർ സാറിനെ കണ്ടിട്ടിപ്പോ 3-3.5 വർഷമാവുന്നു. അതിനിടയിൽ മദീന ഖലീഫയിലും ഷഹാനിയിലും സാറിനെ അന്വേഷിച്ചു. ബിസിനസ് നിർത്തി സാർ നാട്ടിലേക്ക് പോയെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ, കൂടെയുള്ള ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ട് എൻ്റെ കണക്കൂട്ടുകൾ മുഴുവൻ തെറ്റി. ബിസിനസ്സിൽ ചെറിയൊരു പരാജയം. അല്ല, പോയതിൽ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്നും ആലോചിച്ചില്ല. പിന്നെ കുറച്ചുനാൾ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറാൻ തീരുമാനിച്ചു. സാർ ഇപ്പൊ താമസം റിയാനില്ല. പഴയ പോലെ ഒറ്റയ്ക്കൊന്നുമല്ല. അല്പം വൈകിയാണെങ്കിലും ചെറിയൊരു കല്യാണമൊക്കെ കഴിച്ചു. കൂടെ ഭാര്യയും ഒരു മോളും ഉണ്ട്. കൃഷ്ണേട്ടാ, ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ പറയാറുള്ള പിള്ള സാറ്. ആ, സന്തോഷം. സാറിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സാറിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും സത്താറ് പറഞ്ഞു നന്നായിട്ട് അറിയാം. അല്ല, ഒരു യാത്രക്കുള്ള ഷോപ്പിംഗ് ഉണ്ടല്ലോ. ആ, ഒരു പോക്ക. ചതിക്കല്ലേ? ആ സത്താറേ, ഫ്രീ ആകുമ്പോ ഒന്ന് വീട്ടിലോട്ട് വരണം. അല്ല, അപ്പോ ഞാൻ വരണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വരാം സാർ. ആ, ഓക്കെ. ഇവിടെ എനിക്ക് ആദ്യം ശമ്പളം തന്ന മനുഷ്യനാ അത്. നടുക്കടലിൽ തുഴ നഷ്ടപ്പെട്ട് ഗതിയില്ലാതെ അലയുന്ന തോണിക്കാരനില്ലേ, രക്ഷയ്ക്ക് വേണ്ടി ദൂരേക്ക് കണ്ണും നട്ടിരിക്കുന്ന അവസ്ഥ. ഇല്ല, ഞാൻ പറയുന്നില്ല. നീ പറഞ്ഞോടാ ഉണ്ണിയെ, ഞാൻ കേൾക്കണുണ്ട്. മൂളണം എന്നാലേ ഞാൻ പറയൂ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തോണിയിൽ നിന്ന് തന്നെ ഹെലികോപ്റ്ററുമായി എത്തി അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തി. അപ്പോ പിള്ളേക്ക് നേവിയിലാ ജോലി ഇല്ലേ? നല്ല ശമ്പളം കേട്ടോ ഉണ്ണിയെ. മിണ്ടരുത്. ആ, എന്താ ഞാനിപ്പോ പറയാ? മിണ്ടാണ്ടിരുന്നാ പറയും മിണ്ടുക. മിണ്ടിയാ പിന്നെ അതിന് കുറ്റായി. എന്നാ നീ പറയണ്ടാ. മൂളണം. ഓ, എപ്പോഴും മൂളാനും പറ്റും, എന്നെ കൊണ്ട് പറ്റിയല്ല. വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മൂളാൻ പറ്റുമോ? ഭരണമാറ്റത്തിന് അനുകൂലമായിരുന്ന എന്റെ സ്പോൺസറെ നാട് കടത്തിയപ്പോൾ പുതുതായി വന്ന ഞാനും ഒരു ഫിലിപ്പീനീസ് സ്ത്രീയും മാത്രമായി. ആ സ്ത്രീ എംബസിയുമായി ബന്ധപ്പെട്ട് തിരിച്ചുപോയി. ആ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ പോയാൽ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ജോലി അന്വേഷിച്ച് കറങ്ങി. കൊണ്ടുവന്ന പണത്തിൽ മിച്ചം വന്ന 500 രൂപ പോക്കറ്റിൽ നിന്നും ബോംബെ എയർപോർട്ടിലെ പോലീസുകാരൻ തപ്പിയെടുത്തു. പണമായിട്ട് വിദേശിയും സ്വദേശിയും ഒന്നും കയ്യിലില്ല. വിശന്ന് മരിക്കാൻ പോകുന്നു പറയാറില്ലേ, യഥാർത്ഥത്തിൽ അതായിരുന്നു എൻ്റെ അവസ്ഥ. തുഴ നഷ്ടപ്പെട്ട ഒരു തോണിക്കാരനെ പോലെ.
മലയാളിയാണല്ലേ? ആ, അത് ശരി. വെള്ളം. അയ്യോ, ഇത് ഞാൻ കുടിച്ചതാ, വേറെ ഇല്ല. അതെ, ഇവിടെ എങ്ങനെ എത്തി? ഉമ്മു സെയ്ത് വരെ ഒരു അറബിയെ കിട്ടി. ആ. അയാൾ എന്നെ അവിടെ ഇറക്കി വിട്ടു. അല്ലാ, ആ കണ്ടുമുട്ടലിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകൾ. സത്താർ മാഷ്. പ്രേമ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ എനി ടൈം 12 വാൾട്ട് കറണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ മനുഷ്യ ശരീരം സ്വയം പ്രവർത്തിക്കുന്നത്. എവിടെ പോയി അതിനിടയില്? ഇപ്പോൾ മാർക്കറ്റിലുള്ള കമ്പ്യൂട്ടറുകളെ വെല്ലുവിളിച്ച് മുന്നേറുന്ന മനുഷ്യ മസ്തിഷ്കത്തിൽ സെക്കൻഡിൽ 340 കിലോമീറ്റർ വേഗതയോടെ സന്ദേശവിനിമയം നടക്കുന്നു എന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. ഈശ്വര, ഇവക്കിത് എന്തു പറ്റി? ഹേ പ്രേമ, നീ അറിയോ ഈ സത്താറിനെ? അറിയും. നാട്ടിലെ ട്യൂട്ടോറിയൽ കോളേജിൽ എന്നെ പഠിപ്പിച്ച മാഷ. അപ്പൊ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലേ? ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം ഒന്നും സഫലമായില്ല. താൽക്കാലിക നിയമനത്തിനും വേണം കൈക്കൂലി. സ്വന്തം ബുദ്ധിയിൽ ഉദിച്ചതായിരുന്നു ട്യൂട്ടോറിയൽ പ്രവർത്തനം. പക്ഷേ നഗരത്തിൽ കൂണുപോലെ പൊന്തി വന്ന ട്യൂട്ടോറിയൽ കോളേജുകളുടെ അതിപ്രസരം മൂലം എന്റെ ഓലഷെഡിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വരവ് ഒന്നൊന്നായി കുറഞ്ഞു. 4 മാസം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ പലിശയ്ക്ക് പണമെടുത്തവരെ പിരിച്ചുവിട്ടു. സ്ഥലത്തിന്റെ വാടക ഞാൻ അറിയാതെ റാവത്തിനെ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകൾ തന്നെയായിരുന്നു. മുംതാസ് അല്ലേ? അവളിപ്പോ എന്റെ ഭാര്യയാ. കുട്ടികൾ? മോള 5 വയസ്സായി. ഓ, കംപ്ലീറ്റ് ഡൂപ്ലിയാ. കറക്റ്റാ. വാലേക്കും സലാം. സത്താറിനിയാളെ മനസ്സിലായ? ഇല്ല. സിറാജിന്റെ റൂംമേറ്റാ. ഒരു മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞില്ലേ? അതാണ് ഇത് അബ്ദുള്ളക്കുട്ടി. നാട്ടിലെവിടെയായിരുന്നു? ചന്ദ്രാപിനിയിലുണ്ടായിരുന്നു 3 കൊല്ലം. പിന്നെ ചാവക്കാട്, കൊണ്ടോട്ടി, ഒറ്റപ്പാലം. ഓട്ടം തന്നെ, നേട്ടം വട്ടപൂജ്യം. വാപ്പ മരിച്ചപ്പോ ദർസിൽ പഠിച്ചിരുന്ന എന്റെ തലയിലായി കുടുംബഭാരം. എന്നെപ്പോലുള്ള 2ാം ക്ലാസ് മുസ്ലിംമാർക്ക് 1500 ചെലവും കിട്ടും. 7 സഹോദരങ്ങൾ, പിന്നെ ഉമ്മയും എന്റെ ഭാര്യയും 2 കുട്ടികളും. അയൽക്കാരനുകരിച്ചില്ലെങ്കിലും ഇവരെ പട്ടിണിക്കിടാൻ കഴിയൂലല്ലോ. ഇൽമിലൊന്നും വലിയ കമ്പം കാണുന്നില്ല രക്ഷിതാക്കൾക്ക്. ഇംഗ്ലീഷിലാണിപ്പോ കുട്ടികൾക്കും താല്പര്യം. ഓ, ഓർഡർ ഉണ്ട്. ശരി. റഷി, നിന്റെ കളിയാ. നാട്ടിലൊക്കെ വലിയ മുസ്ലിക്കന്മാർ എഴുന്നിട്ട് എന്താ ഇവിടെ ചായ കൊടുക്കന്നെ. വാലേക്കും സലാം. ജമാൽക്ക, നാസറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? വലം കൈക്ക് ഒരു ഇടം കൈ ആവൂലെന്ന് വെച്ച് വന്നതാ. പണം ഉണ്ടായിട്ടല്ല, പലിശക്ക് എടുത്താ ഞാൻ വിസ വാങ്ങിയത്. കല്യാണം കഴിഞ്ഞു 9 മാസം എന്നിട്ടിപ്പോ. താൻ ടെൻഷൻ ആവാതിരിക്കും, ഞങ്ങൾ അവനോടൊന്ന് സംസാരിക്കട്ടെ. റഷീദേ,
ഇക്കത് ഒരു ഫോൺ മിനിറ്റ്. ഇരിക്കുനാസറെ ഞങ്ങളത് പരിചയപ്പെട്ടെ. ഇരി. അല്ല നാസറേ, മെഡിക്കലൊക്കെ കഴിഞ്ഞോ? ഓ അത് കഴിഞ്ഞു. ജോലി എങ്ങനെയുണ്ട് നാസറേ? എന്ത് ജോലി? വല്ലോൻ്റെ എച്ചിലെടുക്കല. ഛേ, എൻ്റെ ലൈഫ് കളഞ്ഞു. നാട്ടിലെന്തായിരുന്നു പണി? നാട്ടിലെൻ്റെ അമ്മായിച്ചന് കന്നുകാലി ബിസിനസ്സാ. കായ് നിറയെ കാശ്, കറങ്ങാൻ ബൈക്കും. ഷീറ്റ്, നല്ല ജോലിയാന്ന് കരുതി കയറി പോന്നതാ. ജ്യൂസ് കടയിലെ ഗ്ലാസ് കടയിലാണെന്ന് വൈഫ് ഹൗസിൽ അങ്ങനെ അറിഞ്ഞ. ഉണ്ണിക്കപ്പോ തൊഴിൽ വല്ലതും അറിയോ? ടെക്നിക്കലായിട്ടോ മറ്റോ? 10-14 കൊല്ലായി ലിക്ക ഇവിടെ ടെക്നിക്കൽ അറിഞ്ഞിട്ടാ. ആ, ഒരു ടെക്നിക്ക് അറിയാമായിരുന്നവന്. കുടുംബഭാരം തലയിൽ കയറിയാൽ ഏവനും അറിയാവുന്ന ടെക്നിക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതല്ല. ഏത് തൊഴിലും സന്തോഷത്തോടെ ചെയ്യാനുള്ള കഴിവ്, ദൈവം കനിഞ്ഞു നൽകുന്ന കഴിവ്, അതാണ് പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയത്. ഓ, എന്നിട്ട് എന്ത് നേടി? എന്റെ നേട്ടങ്ങളെക്കാ പ്രാധാന്യം നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചായിരുന്നു. പുസ്തകക്കെട്ടുമായി ഈയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ താങ്ങാൻ പറ്റാത്ത ഭാരവുമേന്തി ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമി കൂടി നെട്ടോട്ട് ഓടുകയായിരുന്നു ഞാൻ. നമ്മുടെ കുടുംബത്തിന്റെ പട്ടിണിയും പ്രാരാബ്ദങ്ങളും മാറ്റുന്നതിന് വേണ്ടി മാത്രം. ഏത് രക്കന്മാരും ചെയ്യുന്നത് ഇക്കയും ചെയ്തിട്ടുള്ളൂ. ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെ ഉണ്ടാവാ. കുടുംബത്തിന് വേണ്ടി ഇക്കാക്കയുടെ ജീവിതം നശിപ്പിച്ചു. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിങ്ങലുമായി കഴിയുന്ന ഇത്താത്ത ഇക്ക മറന്നു. ഇങ്ങക്ക് വേണ്ടി എനിക്ക് വയ്യ. എന്റെ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മെഴുകുതിരി പോലെ ഒരുക്കി തരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പൊയ്ക്കോ, പോത്തിന്റെ വട്ടക്കാരും പിടിച്ച് അമ്മാച്ചന്റെ കൂടെ ഊരി തണ്ടിക്കോ. ഓ, പക്ഷെങ്കില് ആ യാത്രയുടെ ബലം നീ അറിയും. ഓർത്തു. ഇക്ക കുറച്ച് ഗ്രേവി തന്നെ. തടികിണ്ട് പോരട്ടെ. ഇതാരാ ഭർത്താവേ? ഞാനാ. ഓ, സൂപ്പറായിണ്ട്. പിന്നെന്തിനാ ചുപ്പിയത്? റഷ്യന്റെ പരിപ്പ് സൂപ്പർ. ഓ, മൂട് തന്ന ആൾക്കാരുണ്ടല്ലോ, അനാവശ്യം പറയരുത്. അത് ചെയ്തത് പറയടോ. ആരെന്ത് ചെയ്തെന്നാ താൻ പറയുന്നത്? ഇതെന്ത് ഉപ്പിലിട്ട കോഴിയാ? പറഞ്ഞത് ശരിയാ, ഉപ്പിത്തിരി കൂടിയിട്ടുണ്ട്. ഇത്തിരിയല്ല, ഒത്തിരി കൂടിയുണ്ട്. ഓ യവാഗു, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. എന്ത് സെമി, ഇത് ഫൈനല്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെറിയൊരു പണിഷ്മെന്റ്. എല്ലാ പാത്രവും ഇവൻ കഴുകണം. അത് തരക്കേടില്ല. എന്തൊരു കഷ്ടം. സമ്മതിച്ചു. ഇവിടെ ഇനി ഉപ്പുമുളകൊക്കെ കൂടുമല്ലോ. അതപ്പോഴല്ലേ? അത് നിന്റെ കൈ കൊണ്ടാ സംഭവിക്കുന്നതെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എന്റെ ഷഡ് കഴിക്കും. നായിന്റെ മോനെ. അധികം കളിച്ചാലേ എനിക്കൊരു ഇന്റർനാഷണൽ കൊണ്ട് ചെലവുള്ളോ. ഇവനൊന്നും പിന്നെ എയർപോർട്ടിൽ നിന്ന് വീഴത്തില്ല. എന്നോട് അവന്റെ കളി. സത്താർക്ക, ഇവനെ കൊണ്ട് ഈ പാത്രം മുഴുവൻ കഴുകി വെച്ചിട്ട് വിട്ടാ മതി. അല്ല, ശരിക്കും ഇത് ഉപ്പിലിട്ട കോഴി തന്നെയാണോ? അതാണ് ചേട്ടാ കഴിക്കേ. അവൻ രണ്ടും കെട്ടവനാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അവന്റെ അടുത്ത് പോയി തർക്കിക്കേണ്ട കാര്യം ഉണ്ടോ ഇവന്? മിണ്ടിപ്പോരുത്. കോഴിയിൽ മസാല പുരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് ഇതൊന്ന് വറക്കണം, ഞാൻ വരുമ്പോ ലേറ്റ് ആവുമെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞില്ലേ? ഉപ്പ് കൂടിയെന്നും പറഞ്ഞ ആ യവാഗു ചൂടായപ്പോഴേ എലിക്കുഞ്ഞിനെ പോലെ വറക്കണായിട്ട് ഞാൻ കുറ്റം ഏറ്റെടുത്താ. എന്നിട്ട് ഉപദേശിക്കാം. വാർത്ത കേൾക്കൂല. റാസൽ ഖൈമ വാർത്തകൾ വായിക്കുന്നത് അൻസാർ. വീരപ്പൻ ബന്ദിയാക്കിയ കന്നഡ നടൻ രാജ്കുമാറിന്റെ മോചനം വീണ്ടും പ്രതിസന്ധിയിൽ. കാട്ടിലേക്ക് പോകാൻ മലയാള സിനിമാ നടന്മാർ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാൽമുട്ട് ശസ്ത്രക്രിയ നാളെ നടക്കുന്നതിന് ഓഫീസടക്കം ആശുപത്രി ഒരുങ്ങിക്കഴിഞ്ഞു. കിളിരൂർ പെൺവാണിഭ കേസിലെ 43 പ്രതികളെയും പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ലോഡ്ജിൽ കണ്ട മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. തൃശൂർ ജില്ലയിൽ ചെട്ടിക്കാട്ട് സ്വദേശിനിയും വലിയവീട്ടിൽ ഹംസയുടെ ഭാര്യയുമായ സക്കീൻ 27, മകൾ സബ്ന 9 അയൽവാസിയായ കാമുവിനോടൊത്ത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തിരുവനന്തപുരത്തിന് സമീപം ഉണ്ടായ പ്രശ്നങ്ങളിൽ
ഹംസക ഡാംസേ സത്താറെ വാർത്ത കേട്ടില്ലേ? താമസക്കാരന്റെ വിധി. പോ പോര് മുറിവിലും മുളക് പറ്റുന്ന കുറെ ജന്മങ്ങൾ. എന്താടാ വയറ് വേനിക്കണോ? നിന്റെ വേദന എനിക്കറിയാം. തുടങ്ങിയവൻ എന്തിനാണ് അവന്റെ കത്തെടുക്കുന്നത്? ആണോ? എന്നാ കർത്താവിന്റെ അനുഗ്രഹത്താൽ ജോസിറ്റി അറിയുന്നതിന് ഡാഡി എഴുതുന്നു. മകനയച്ച എഴുത്തും പണവും കിട്ടി. നീ എഴുതിയ തുക ലിസിക്കും കുഞ്ഞമ്മയ്ക്കും ഡാഡിക്കും കൊടുത്തു. മമ്മിയുടെ ഇല്ല. ത്രേസ്യമ്മളുടെ അടുത്താണ്. അവളുടെ ഡെലിവറി അടുത്ത മാസമാണ്. ഒരു സന്തോഷ വാർത്ത. കഴിഞ്ഞ ആഴ്ച സൂസിയുടെ പാസ്പോർട്ട് കിട്ടി. പാസ്പോർട്ട് കിട്ടിയെന്ന്. ഡെലിവറി അല്ല മെഡിക്കൽ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഉടനെ വരുമെന്ന് ഉറപ്പായി. സൂസി മോളെ കുറച്ച് ദിവസം ചങ്ങനാശ്ശേരിക്ക് പറഞ്ഞു വിട്ടു. അതിലൊന്നും കാര്യം. അവളുടെ നാത്തൂർ സ്റ്റേഡിയത്തിലേക്കല്ല സ്റ്റേറ്റ്സിലേക്ക് പോകണം ഈ ആഴ്ച. കോട്ടയത്ത് ഇപ്പോൾ ഡാഡി മാത്രമേ ഉള്ളൂ. പശുവിന്റെ പ്രസവത്തിന് ഡേറ്റ് എടുത്തു. പശുവിന്റെ കാര്യം പാർലമെന്റ് ഇലക്ഷൻ അടുത്തുകൊണ്ട് വർക്കിംഗ് വരാല്ല. ഡാഡി ഇതുവരെ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ വേറെപ്പോഴുണ്ടാക്കുന്ന കൃഷികൾക്ക് ദില്ലിയിലാണ് വില നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയം എങ്കിലും ഇവിടുന്ന് കുറച്ച് നോക്കി ഒത്തില്ല. അങ്ങോട്ട് അയച്ചത് എന്താ കാര്യം? ഡാഡി മാത്രം ബഹിഷ്കരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാമെങ്കിൽ മനസാക്ഷി കൊണ്ട് മറുപടി എന്ന് അയ്യോ നീയോ ആരോട് വെച്ചിട്ടേ കത്തെടുത്തേ? ആരോട് വെച്ചിട്ടാണ്? ഞാനോ? കൃഷ്ണേട്ടാ വണ്ടികൾ നിങ്ങളെ എന്താ തെണ്ടി നിന്റെ ഡാഡി ഡാഡി ആർത്തി പണ്ടാരങ്ങൾ. അതെ, ആ കത്ത് മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ ആർത്തിയോടെ കേട്ടോണ്ടിരുന്നിട്ട് നിങ്ങൾ കൃഷ്ണൻകുട്ടി മേനോനല്ല ദുഷ്ടമേനോനാ. ആരോ വിളിക്കുന്നത്? കൃഷ്ണേട്ടാ നാളെ ബില്ലടക്കാൻ ഞാൻ പോണ്ട്. ഞങ്ങളുടെ അടയ്ക്കണം. രാവിലെ പോകുമ്പോ പറഞ്ഞാ മതി. ശരി ഏട്ടാ. പിന്നെ കാര്യം ഞാനവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി റൊട്ടി കഴിച്ചിട്ടാവും ബാക്കി സംസാരം. നീ പൊക്കോ, ഞങ്ങൾ വന്നേക്കാം. ഈ തണ്ടിക്ക് എന്ത് പറ്റി? ഇന്നലെ ആ നാസൃതങ്ങൾ അവനെ വിളിച്ച് ഉപദേശിക്കണ്ടായിരുന്നു. ചിലപ്പോ അതുകൊണ്ടാവും മാറ്റം. ഈ ഗവൺമെന്റ് നമ്മളോട് കൊടുത്തില്ലേ, പൊതുമാപ്പ് തന്നില്ലേ? എന്നാ കിടക്കട്ടെ അവനും ഒരു മാപ്പ്, പൊതുമാപ്പ്. ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. 4th ഫ്ലോറിലാ, ലിഫ്റ്റ് ഇല്ല, റെന്റ് കുറവാ. അതിനെന്താ, നല്ല ഫ്ലാറ്റാ. കാലത്തും വൈകിട്ട് ഈ കയറ്റി ഇറക്കം ഒരു വ്യായാമമാകും. അല്ല, ഏത് ഏരിയയിലാ? ICRCയുടെ തൊട്ട് പിറകിലാടാ. എടാ എങ്കിലും അതങ്ങ് എടുക്കടാ. ഓസിയിൽ പ്രോഗ്രാം കാണാലോ. അതെങ്ങനെടാ ഉണ്ണിയെ? ടോപ്പിക്കർ നിന്നാ പോരുണ്ണിയെ കംപ്ലീറ്റ് കാണാം. എന്നാ അത് തന്നെ. അതാണ് താത്തരികിട തകദിന്നം തരികിട തകദിന്നം താത്തരികിട തകദിന്നം തെയ്യം തകൃതയ്യം. മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? വീറോടെ തുള്ളുന്ന കോമരവും തലതാഴ്ത്തി നിൽക്കുന്ന വല്യമ്മയും, വീറോടെ തുള്ളുന്ന കോമരവും തലതാഴ്ത്തി നിൽക്കുന്ന വല്യമ്മയും,
ആനയ്ക്കു പിന്നാലെ ആർപ്പുവിളിയിട്ട് ഓടിക്കളിക്കുന്ന കുട്ടികളും ഈന്തപ്പനകൾക്കു സ്തോത്രം, എന്റെ പുന്നാരമുത്തിനു സ്തോത്രം. കുമ്പസരിക്കാനായി വെമ്പും മരമോടെ കൊന്ത ജപിച്ചോൾക്കു സ്തോത്രം. ഈന്തപ്പനകൾക്കും സ്തോത്രം, എന്റെ പുന്നാരമുത്തിനു സ്തോത്രം. കുമ്പസരിക്കാനായി വെമ്പും മരമോടെ കൊന്ത ജപിച്ചോൾക്കും സ്തോത്രം. മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? മരുഭൂമിയിൽ ഭാഗ്യങ്ങൾ തേടുവാൻ ഈ മരുഭൂമിയിൽ ഭാഗ്യങ്ങൾ തേടുവാൻ എത്രയോ ജന്മങ്ങൾ വന്നിറങ്ങി. ദേശവും ഭാഷയും തോളോടു തോൾ ചേർത്ത് നെഞ്ചിലെ ദുഃഖങ്ങൾ പങ്കുവച്ചു. അസ്സലാമു അലൈക്കും. സൂര്യന്റെ ചൂടിനെ തോൽപ്പിച്ചോരെന്നിവർ സൂര്യന്റെ ചൂടിനെ തോൽപ്പിച്ചോരെന്നിവർ ദുഃഖഭാരങ്ങളെ കാച്ചിയൊരുക്കിയോർ നാട്ടിലെ വീടിന്റെ പട്ടിണി മാറ്റുവാൻ പാടുപെടുന്നവർ ഞങ്ങൾ, ഇന്ന് പാടുപെടുന്നവർ ഞങ്ങൾ. മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? കടലും പുഴയും മനസ്സിൽ നിറയുമ്പോ കടലും പുഴയും മനസ്സിൽ നിറയുമ്പോൾ മാമല നാളെ മറക്കുമോ? മണവാട്ടിയായി വന്ന് 4 നാൾ എന്നോട് മാറിൽ നീ ചാഞ്ഞതും ഓർക്കുന്നു. അരെ വാ ക്യാ ബാത് ഹൈ. ചങ്കു കഴയ്ക്കുന്ന സുന്ദരി പെണ്ണേ, ചങ്കു കഴയ്ക്കുന്ന സുന്ദരി പെണ്ണെ, ഉള്ളു പിടയ്ക്കുന്ന തങ്കക്കിനാവേ, വാരിയെടുത്തൊരു ചുംബനം നൽകിടാൻ ഓടിയെടുത്തിടം താമരപ്പൂമോളെ, ഓടിയെടുത്തിടം താമരപ്പൂമോളെ. മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാമോ? വീറോടെ തുള്ളുന്ന കോമരവും തല താഴ്ത്തി നിൽക്കുന്ന വല്യമ്മയും, വീറോടെ തുള്ളുന്ന കോമരവും തല താഴ്ത്തി നിൽക്കുന്ന വല്യമ്മയും, ആനയ്ക്കു പിന്നാലെ ആർപ്പുവിളിയിട്ട് ഓടിക്കളിക്കുന്ന കുട്ടികളും. ഈന്തപ്പനകൾക്കു സ്തോത്രം, എന്റെ പുന്നാരമുത്തിനു സ്തോത്രം. കുമ്പസരിക്കാനായി വെമ്പും മരമോടെ കൊന്ത ജപിച്ചോൾക്കു സ്തോത്രം. ഈന്തപ്പനകൾക്കും സ്തോത്രം, എന്റെ പുന്നാരമുത്തിനു സ്തോത്രം. കുമ്പസരിക്കാനായി വെമ്പും മരമോടെ കൊന്ത ജപിച്ചോൾക്കും സ്തോത്രം. മക്കത്തെ മുല്ലയെ തഴുകി വരുന്നൊരു പുന്നാര പൂങ്കാറ്റേ, എന്റെ മുറ്റത്തെ മുല്ലയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാം. എന്നാ എന്നാ ഏ? അയ്യോ, പൊള്ളിയോ? അയ്യോടാ. ശരാ, ഒന്നുമില്ല, കരയില്ലടാ. പോക്കൃത്തരം കാണിക്കരുത്.
എടാ കിളവൻ കൃഷ്ണായിട്ട് അപ്പുറത്തിരിക്കുമ്പോഴാണ് ശൃംഗരിക്കുന്നത്. അതിന് ഞാനിവിടെ ഗ്യാസിന് കണക്ഷൻ കൊടുത്തു. ഞാൻ കണ്ടു നീ ഗ്യാസിന് കണക്ഷൻ കൊടുക്കുന്നത്. സൂസി ചെല്ല പോ കണക്ഷൻ ഞാൻ കൊടുത്തോളാം. പോടാ. വലിയൊരു പറഞ്ഞ അനുസരിക്കില്ല. കണക്ഷൻ ഞാൻ കൊടുക്കാം. അല്ല നീ കൂടുതൽ ശൃംഗരിക്കണ്ട, നിനക്കിട്ട് ഞാൻ തരാം. കുഴപ്പമില്ല, ഞാൻ കൃഷ്ണേട്ടനോട് പറയാം. കൃഷ്ണേട്ടാ റഷീദ്, റഷീദ്. നീ പറയരുത്. ഒരു കാര്യം പറയാം. ജോസിറ്റ് നമുക്കിത് പുറത്തുനിന്ന് ഭക്ഷണമാക്കിയാലോ? അതെന്ത് പരിപാടിയാ സത്താർ ഭായ്? സൂസി വന്നല്ലോടാ. അതാണ് ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അതല്ല ഇവന്റെ ഒരു സംഭവം എടാ, നീ മിണ്ടായിരുന്നോ? ഞാൻ ഒരു മിനിറ്റ്, ആരാ നോക്കട്ടെ. കൃഷ്ണേട്ടാ അതെ ഞാൻ പറയും. മിണ്ടായിരുന്നോ? ഒന്നുമില്ല. വേണ്ട വേണ്ട, നീ അങ്ങനെ തട്ടിതപ്പൊന്നും വേണ്ട. സിദ്ദീഖാടാ, എല്ലാരും ഉണ്ടല്ലോ. ഫാമിലിയുടെ മാത്രല്ലേ വരുള്ളൂ. ഏയ് സമയം കിട്ടണ്ടേ സത്താർ ഭായി? ഇത് തന്നെ ഫസീലേക്ക് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ കയറിയതാ. സൂസി അകത്തുണ്ട്. കൃഷ്ണേട്ടാ, റഷീദേ. എന്താ സിദ്ദിഖേ, പെങ്ങടെ കല്യാണക്കാരിയൊക്കെ? കൃഷ്ണേട്ടൻ എന്താ 30 പവനും 50,000 രൂപയും വേണത്രേ. എനിക്കെന്താ ഇവിടെ നോട്ടടിക്കല പണി? അമ്മാൻഷം വയനാട്ടിൽ 10 ഏക്കർ റബ്ബർ എടുത്തതിന്റെ രജിസ്റ്റർ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത്. പിന്നെ ഈ സ്ത്രീധന കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അവൾ ഒന്നേ എനിക്കുള്ളൂ. അവൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെ പണം കൊടുത്തു വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇപ്പോ ചെലവിന് നാട്ടിലേക്ക് പൈസ അയക്കാറില്ലെന്ന് കേട്ടു. നിർത്തിയതാ. 7 കൊല്ലമായി ഞാൻ വിവാഹം കഴിച്ചിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്കും ആഗ്രഹമില്ലേ? ഓ, സിദ്ദീഖ് വീട്ടിലേക്ക് ചെലവിന് അയക്കുന്നതുകൊണ്ടാണോ ഭാര്യ പ്രസവിക്കാത്തത്? അയച്ചു കൊടുക്കുന്ന കാശ് കൊണ്ടുപോയി എനിക്ക് മക്കളുണ്ടാവാതിരിക്കാൻ മാരണം ചെയ്യാ. പിന്നെങ്ങനാ? താൻ ഇപ്പോഴിതിൽ വിശ്വസിക്കുന്നുണ്ടോ? വൈ നോട്ട്? ഡാഡി ഞങ്ങളുടെ ജാതകം നോക്കിച്ചപ്പോ പറഞ്ഞതാ സിദ്ദിഖിന്റെ വീട്ടുകാർ കൂടോത്രം ചെയ്ത കാര്യം. ശങ്കരൻ എപ്പോഴും തെങ്ങുമ്മേ തന്നെ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മാറുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കും. വയ്യ ഹുബുൽ യശാ സുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെ മാത്രം കൊടുക്കുന്നു. അയ്യു സബ്ബുജുഹും സുക്രാനും വൈനാസ, എന്നോടല്ലേ? ചിലർക്ക് ആണും പെണ്ണും കൊടുക്കുന്നു. വയജു അലിമുൻ യശാവു അക്കീമ, ചിലർക്കൊന്നും കൊടുക്കാതെ വന്ധ്യകളാക്കുന്നു. സയൻസിൽ വിശ്വാസമില്ലെങ്കിലും വേദഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിയാലും സിദ്ദീഖിന്റെ വിശ്വാസത്തിന് സ്ഥാനമില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കൊണ്ടൊരു മാർഗമില്ല. എത്രയെന്ന് വെച്ചാ അയക്കുക? ഉമ്മയുടെ കണ്ണോപ്പറേഷന് വേണം 50,000, പിന്നെ പെങ്ങൾക്കും. മക്കളെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, അവരെ കെട്ടിച്ചു വിടാനുള്ള വഴിയും കാണണം. അതെങ്ങനെ? മീൻ വിറ്റ് കിട്ടണ കാശൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം, അതെടുത്ത് നടത്തട്ടെ. ചക്കിക്കൊത്ത ചങ്കരൻ അതൊരു സിനിമയല്ലേ? ഇന്നത്തെ ചാനലില്ലേ പടം? പടത്തിന്റെ ഓക്കെ ജോസൂട്ടി, പിന്നീട് വരാം. എടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വാടി. ദേഷ്യം. എടാ, നീ ഒരൊറ്റ പോരുത്. നീ വിളിച്ചോണ്ട് വന്നതുകൊണ്ട് മാത്രമാ ഞാൻ സംയമനം പാലിച്ചത്. സ്ത്രീധനത്തോടുള്ള അവന്റെ ഒരു പുച്ഛം കണ്ടില്ലേ? വൃത്തികെട്ടാണ്. മദ്രാസി കോളേജിൽ പഠിക്കുമ്പോഴേ ഒരു ഹൈദരാബാദി മുഷ്താഖിന്റെ കൂടെയായിരുന്നു രാവും പകലും. പിന്നെ പള്ള വീർത്തപ്പോഴേ കുട്ടിയകത്ത് പോകും. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എവിടെ ഞാൻ നിർത്തിയ? കുട്ടി അകത്ത് പോന്ന്. അതല്ല, എന്താ വീർത്തപ്പോ ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞ് ലീവ് എഴുതി കൊടുത്തു. പ്രസവത്തിൽ മരിച്ചാണോ ഇനി അവള് കൊന്നാണോന്ന് അറിയില്ല. കുട്ടിയെ എടുത്ത് കാനയിലൊഴുക്കി പഠിപ്പ് നിർത്തി അവളിങ്ങ് പോകുന്നു. അപ്പൊ അവനോ മുസ്താഖ് മുങ്ങി. ഞാൻ നാട്ടിലെത്തിയപ്പോഴറിയുന്നത് ഇവൻ അവളെ കെട്ടാൻ പോകുന്നതെന്ന്. നീ അപ്പൊ ഇക്കാര്യം സിദ്ദീഖിനോട് പറഞ്ഞില്ലേ? എടാ, വിവാഹം കഴിഞ്ഞിട്ട് അന്യപുരുഷന്മാരെ ബന്ധപ്പെടുന്നവരില്ലേ? അതിനേക്കാൾ വലിയ പാതകമൊന്നും അല്ലല്ലോ ഇത്. എടാ, നിനക്കറിയോ, പണം ഉണ്ടെങ്കിൽ എല്ലാം മറിച്ച് കളയാം. 100 പവന് 5 ലക്ഷവും കാറും. MA കാരനായി എനിക്ക് ആര് തരാനാണെന്ന് ഇവൻ. എന്നിട്ടവൻ സ്ത്രീധനത്തെ പറ്റി എന്നോട് പറയുന്നു. സംഭവാമി ദിനേ ദിനേ, എന്നുവെച്ചാ ദിനംതോറും ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ്. നാട്ടിൽ നിന്ന് പോരുമ്പോൾ കുട്ടികളെ പിരിയുന്ന ദുഃഖം ഉണ്ടായിരുന്നെങ്കിലും ജീവിതം ഒന്ന് പച്ചപിടിക്കുമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഉള്ളിൽ. 10-17 വർഷം സ്വന്തം നാടിനെ പോലെ. മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഞെരുക്കം.
വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്താറെ. പിറന്ന നാട്ടിലേക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കുടുംബത്തിലേക്ക്, എന്നിട്ടും ഈ നാട് ഉപേക്ഷിക്കുന്നവർക്കിപ്പോ അടുത്ത വരവോടെ ഞാനും അവസാനിപ്പിക്കുക കൃഷ്ണേട്ട. ഒരുപാട് കഷ്ടപ്പെട്ടു, അതിനുള്ള പ്രതിഫലവും കിട്ടി. പക്ഷേ പണത്തിൻ്റെ ആവശ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ യൗവനം മുഴുവൻ ഈ മരുഭൂമിക്ക് ദാനം ചെയ്യുമ്പോൾ നാം നോക്കി നിൽക്കെ കരിഞ്ഞു പോകുന്ന മറ്റൊരു ജീവൻ നാട്ടിലും. നേട്ടമോ കുറച്ചു പേരുടെ സന്തോഷം. നമ്മൾ സംസാരിക്കുന്ന യന്ത്രങ്ങളെ പോലെയാ കൃഷ്ണേട്ട. പോലെയല്ല, ആണ്. 2 വർഷത്തിലൊരിക്കൽ സർവീസിന് കയറ്റുന്ന പോലെ നാട്ടിലേക്ക്, അല്പം സമാധാനത്തിന്റെ ഇന്ധനം നിറച്ച് വീണ്ടും ഇങ്ങോട്ട്. കൃഷ്ണേട്ടാ, മോള് പ്രസവിച്ചു. ഭാര്യനെ അയ്യോ സോറി സോറി സോറി. മനസ്സിലായോ? നിന്റെ ഭാര്യ പ്രസവിച്ചു. അല്ലേ? ഭാര്യക്കും കുഞ്ഞിനും ഒക്കെ സുഖമാണല്ലോ. ആ, ഞാൻ വിളിച്ചിരുന്നു. ആസ്പത്രിയില്ല. ഇത് റഷീദിന് കൊടുക്കുവോ? ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം. വേണ്ട. നീ അവിടെ ചെന്ന് ഇതുപോലെ വല്ല തിരിച്ചും മറിച്ചും പറഞ്ഞ പിന്നെ അത് മതി. അവൻ ഒരാഴ്ചത്തേക്ക് ഇവരെ കളിയാക്കാൻ. ബാക്കി നീ ഞങ്ങള് കൊടുത്തോളാടാ. പോടാ പോടാ പോടാ. ഈ ചിരിക്കളിയൊക്കെ നാളെ തീരില്ലേ സത്താറ്? ഇതാ ഈ രാജ്യത്തിന്റെ മറ്റൊരു മാജിക്ക്. ഈശ്വര, കൃഷ്ണേട്ട ഇങ്ങ് നന്നാക്കി. فضل فضل مبروك 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 يا حبيبي مبروك مع السلامة يا الله. ഖുദാഫീസ് കൃഷ്ണാബായ്, ഖുദാഫീസ്. അച്ഛന പോയിട്ട് വാ കൃഷ്ണേട്ടാ. ശരി കൃഷ്ണേട്ടാ. ഓർക്കണം, ബുദ്ധിയില്ലാണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്തയില്ലാത്ത തന്നെ ചേട്ടൻ വഴക്ക് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ഞാൻ ഓർത്തുപോയി. എന്നെ ശപിക്കരുത്, എന്നോട് ഓർക്കണം. ഞങ്ങളെ വെട്ടിച്ചല്ലേ കൃഷ്ണുട്ടിയെ. വളരെ മുമ്പ് ആശിച്ചിരുന്ന കാര്യമാണ് ഞാനിത്. പിന്നെ കുറെ അമുക്കലുണ്ടേ, മൂച്ചക്കൻ നാട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാന്നാ ചോദിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പതറും. 100 കോടി മനുഷ്യന്മാരെ കൂട്ടത്തില് നമ്മൾ ചെന്ന അവര് പട്ടിണി ആവുന്ന അവരുടെ പറച്ചിൽ കേട്ടാ തോന്നുക. പിന്നെ വരുമാനം വെച്ച് നോക്കുമ്പോ ഒരു വൻ പേർച്ചക്കാരനോട് കടപിടിക്കാൻ നാട്ടിലെ ഒരു വാർഡ് മെമ്പർ ആയാലും മതി.
വേണ്ട മൂസ വേണ്ട. ഇതിരിക്കട്ടെ. അയ്യോ അത് വേണ്ട. തന്റെ നാണം കളഞ്ഞത് വെക്കടേ ഷൂട്ടി, നമ്മുടെ ഓർമ്മക്കായിട്ട് കിടക്കട്ടെ. മൂസ പാപ്പച്ചി, പാപ്പച്ചി, പാപ്പച്ചി. അമ്പടക്കള്ളം എനിക്ക് കുളിക്കാൻ നോക്കും. സൂസി, സൂസി, എന്നതാടാ, എന്നതാ, എന്നതാ? എന്നടാ? വാ പതുക്കെ. അധികം മധുരം കഴിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. എങ്ങനെ കേക്ക? ഞാൻ നിനക്കൊരു കളിക്കുട്ടിയല്ലേ? വേ മാറ്. ക്ലിനിക്ക് ഒന്നും തുറന്നു കാണുകയില്ല. നമുക്കേ ഡോക്ടറെ വീട്ടിൽ പോയി കാണാം. വാ. എടാ മോളോട് പറഞ്ഞു മനസ്സിലായില്ലേ? ദേ ഇങ്ങോട്ട് നോക്കിയേ, പേടിക്കാനൊന്നുമില്ല. കാലാവസ്ഥ മാറുമ്പോ എല്ലാവർക്കും വരുന്നതാ. വാ നമുക്ക് പോയി ഡോക്ടറെ കണ്ടിച്ചു. വാ. എനിക്കൊരു അസുഖമില്ല. എന്റെ സൂസിക്കുട്ടി, ദേ ഈ ചായനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നോക്ക് നോക്ക്, കരയല്ലേ. ഓ, ഇച്ചാനൊരു പിതാവാകാൻ പോകുന്നു. ആണോ? ഈശോ, എന്താ 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 പറഞ്ഞേ? ഞാനൊരു മാതാവാകാൻ പോകുന്നു. ആണോ? സത്യം? വേണ്ട 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 വേണ്ട, നമുക്കേ ഡാഡി വിളിച്ചല്ലോ. ഹലോ 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 ഡാഡി, ഡാഡി ഇത് ഞാനാ ജോസൂട്ടി. ജോസൂട്ടി, ഹൗ ആർ യു മൈ സൺ? ഫൈൻ ഫൈൻ ഡാഡി, താങ്ക് യു. ഡാഡിക്ക് മമ്മിക്ക് സുഖമല്ലേ? മമ്മിക്ക് പ്രഷർ അല്പം കൂടുതലാ. ഓക്കെ, സൂസി സുഖമല്ലേ?
സുഖമാ ഡാഡി. എന്താ മോളെ ശബ്ദത്തിനൊരു വല്ലായ്മ? ഹലോ ഹലോ ഹലോ, എന്താ മോളെ നീ കരയുന്നത്? നത്തിങ് ഡാഡി. വാട്ട് നത്തിങ്? നീ എന്റെ മോളെ വഴക്ക് പറഞ്ഞോ? അയ്യോ അയ്യോ ഇല്ല ഡാഡി. ഫോർ വാട്ട്? അത് പിന്നെ ഡാഡി എന്താണ് കഴുതേ, തുറന്നു പറയേ. സൂസിക്കുട്ടിക്ക് സൂസിക്കുട്ടിക്ക് ഒരു ഉണ്ണി പറക്കാൻ പോവാ. മൈ ഗോഡ്. മോനെ, നീ അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കരുതേ. അവൾക്കൊന്നും കൊടുത്തേ. മോളെ സൂക്ഷിക്കണം കേട്ടോ. ഡാഡി അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഡാഡി. ഐ ലവ് ഡാഡി. ഓക്കെ ബൈ. റഷീദ് സമയത്രയടാ? 6:30. അരമണിക്കൂർ കൂടി ഉറങ്ങാം. റഷീദേ, സത്താറേ, എടാ എണീക്ക്. ആ യവാഗ് റൂമിലെ കമ്പ്യൂട്ടർ സാധനം അടിച്ചിട്ട് മുങ്ങി. ടെലിഫോണും കട്ടായി. 3-4 മാസമായിട്ട് അവനല്ലേ ബില്ലടക്കണേ. അവന്റെ സംസാരം പ്രവർത്തിയും കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തൊരു കഷ്ടം. നാട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല സത്താറേ, അന്റെ പോക്ക് എവിടം വരെയായി? ഇൻഷാ അല്ലാഹ് 1-ാം തീയതി പോണം. മൂസക്ക, ഞാൻ നാട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. അന്റെ റൂമിൽ പോണെന്തായി? അതൊന്നും പറയാതിരിക്കുക ഭേദം. അത് കട്ടായി. ആ ചെയ്തു. വെറുതെ വേണ്ട, ഞാൻ കാശ് തരാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കാക്ക. മോനെ, ആ ചിക്കൻ എടുത്ത ഫ്രീസറിൽ വെച്ചേ. ജമാലേ, ഹലോ ഉമ്മ, ഇത് ഞാനാ. ഉമ്മാന്റെ കരളെ, അന്നെ ഒന്ന് കണ്ടിട്ട് ഉമ്മക്ക് കണ്ണടയ്ക്കാനാവൂടാ. ഞാനിതാ വരണു ഉമ്മ. ഉപ്പാക്ക് സുഖാണല്ലോ? ഈ ഇങ്ങോട്ട് വന്നാ മതി. അന്നെ ഒന്ന് കണ്ട ഉമ്മാന്റെയും ബാപ്പന്റെയും വയ്യായി എല്ലാം മാറും. ഒന്ന് അടങ്ങി നിൽക്കണ്ട കാണ്ടായി. ആരും ഉമ്മ? അന്റെ മോള്. അല്ലടാരി. അവൾക്കൊന്ന് കൊടുത്തേ. ആ കൊടുക്കാം. ആ ഇതാ എന്റെ ബാപ്പച്ചിയാണ്. വാപ്പച്ചി വേഗം വരണം കേട്ടോ. മോക്ക് വിമാനം കൊണ്ടുവരണം. വാപ്പച്ചി എന്താ ഒന്നും പറയാത്തെ? ഒത്തിരി ഉണ്ട്. വാപ്പാടെ മുത്തിന് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. എന്നാ വേഗം വായോ. എത്തിക്കഴിഞ്ഞു. എപ്പോഴും വാപ്പാടെ ചക്കര കണ്ണടച്ച് തുറക്കുമ്പോ പാപ്പ മുന്നിലുണ്ടാവും. ഇല്ല, ഞാൻ കണ്ണടിച്ച് തുറന്നല്ലോ. വാപ്പച്ചി കാണുന്നില്ലല്ലോ. അയ്യേ, ഉമ്മച്ചി കരയണു വാപ്പാ. നിന്റെ മോള് ഉമ്മാക്ക് കൊടുത്തേ. മുന്തു, എന്റെ പൊന്നെ, കരയാതെ മോളെ. നിനക്ക് എന്താ ഞാൻ കൊണ്ടുവരണ്ടേ? നിങ്ങളൊന്ന് വേഗം വന്നാ മതി. എനിക്ക് മടുത്തു. മുന്തു, സമാധാനായിട്ടിരിക്കേ, സന്തോഷായിട്ടിരിക്കേ. ഇക്ക ഉടനെ അവിടെ എത്തുമല്ലോ. വെക്കട്ടെ മോളെ. മുസക്ക, മോൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഇതെങ്ങനെയുണ്ട്? മോക്ക് നന്നായിരിക്കും. അതെടുത്തേ. ഇത് കൊള്ളാം. കൊള്ളാം, കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ള സാധനം.
ജമാല സത്താർബായി ഇങ്ങോട്ട് വന്നോ? അപ്പൊ ഈ ഒന്നും അറിഞ്ഞില്ല റഷീദ്? ഇല്ല. മൂസിക്ക ഹോസ്പിറ്റലിലേക്ക് പോയി. ഷോപ്പിലല്ലാത്ത കാരണം എനിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിലേക്കോ? നീ കാര്യം തെളിച്ചു പറ. ആക്സിഡന്റ് ആയിരുന്നു. ആരുടെ കാര്യം നീ പറയുന്നത്? സത്താർക്ക് ആക്സിഡന്റ് പറ്റി. അഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. മൂസിക്ക വിളിച്ചിരുന്നു. സത്താർക്ക നമ്മളെ വിട്ട് പോയി റഷീദ്. സത്താർ, ജോസൂട്ടി, സത്താർ ഭായ്, ഋഷി, ഋഷി, ബാപ്പച്ചി വന്നാ മോളെ ഉമ്മച്ചി കുളിപ്പിക്കണ്ട. മോളെ ബാപ്പച്ചി കുളിപ്പിക്ക. പിന്നെ അതിന് ബാപ്പച്ചിനെ ഉമ്മച്ചിയാണല്ലോ കുളിപ്പിക്കുക. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ബാപ്പച്ചിയുടെ മടിയിലിരിക്കല്ലോ. ആദ്യം മണിയാവും. ബാപ്പച്ചിയുടെ മടിയിലിരുന്നിട്ട് ഉമ്മച്ചി കുളിപ്പിക്കുക. അപ്പളോ? വേണ്ട, ഉമ്മച്ചി ഇരിക്കണ്ട. അതൊന്നും പറ്റില്ല, ഉമ്മച്ചി ഇരിക്കും. ഇങ്ങോട്ട് ഇറങ്ങ. ഇറങ്ങാൻ എന്റെ പുള്ള കരയണേ. വാങ്ങും. എന്തിനാ എന്റെ ചക്കരേന്റെ കരയിക്കണേ? പോട്ടെ പോട്ടെ പോട്ടെ. ബാപ്പ വന്നിട്ട് മുറ്റനോട്ട് കൊടുക്കും. എടി പായ്പാത്തി, ഇങ്ങോട്ട് ഇറങ്ങ. നിന്നെ ഞാൻ തോർത്തി തരാം. എന്റെ പേര് പാപ്പാത്തിന്നല്ല, എന്റെ പേര് പാത്തിമ എന്നാ. വേണ്ട വേണ്ട വേണ്ട. അവളെ തോർത്തിട്ടില്ല ഉമ്മ. വീട് തന്നെ ഞാൻ തന്നെ. കരയല്ലേ മോളെ, കരയല്ലേ? 1-2 ദിവസം സബൂറാക്കിയില്ലേ മോളെ? 2 മണിക്കൂർ ക്ഷമിക്കേ. സുഖമില്ലാത്ത ബാപ്പ ഓർത്തിട്ടെങ്കിലും കുട്ടി ബാഗുണ്ടാക്കരുത്. കരയണ്ട. രണ്ടാമതൊരു മയ്യത്ത് കൂടി വേണ്ട മോളെ. അമ്മായി, ബാപ്പച്ചി എപ്പോഴാ വരിക? എന്റെ പൊന്നു മോളെ, ഞാൻ എന്ത് മറുപടി പറയുന്നപ്പേ? എന്താ എന്തിനാ ഇവിടെ കരയണേ? ഈ എന്തിനടി പെണ്ണെ കരയണേ? ഇവക്കെന്താ? നമ്മുടെ അവനെന്താ പറ്റിയേ? നമ്മളെ വിട്ടു പോയി ഉമ്മ, നമ്മളെ വിട്ടു പോയി. പഠിച്ചോനെ, നമ്മുടെ സത്താർക്ക് നമ്മളെ വിട്ടു പോയി ഉമ്മ. എന്റെ മോളിലേക്ക് എന്തിനാ പറ്റിയത്? നമ്മുടെ സത്താർക്ക് നമ്മളെ വിട്ടു പോയില്ലേ? എന്താണ് പറ്റിയെ? എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ?
എന്റെ മോക്കെന്താ പറ്റിയ നമ്മുടെ സത്താർക്കാൻ നമ്മളെ വിട്ടു പോയി. നമ്മുടെ പൊന്നു മോൾക്ക് ഇനി ആരുണ്ട്? എടി പൊട്ടി, നിന്നെ ആരും ഫൂളാക്കിയതാ. ഇന്ന് ഏപ്രിൽ ഫൂളാ. നീ പൊടി. ബാബുജി, ബാബുജി, ബാബുജി. ബാബാ, എന്തേ മോളെ? നമ്മുടെ സത്താർക്ക നമ്മളെ വിട്ടു പോയി. വാ വാ. എങ്ങനെയുണ്ടാ സാരി? എംബ്രോയിഡറി ചെയ്ത ഒരു ആകാശനീല സാരി കൊണ്ടുവരാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ, നീ ഒരു കറുത്ത ബ്ലൗസ് ചോദിച്ചിട്ടില്ലേ? ഞാൻ തരാട്ടോ. ഇങ്ങക്കൊരു തമാശ കേൾക്കണോ? സഫിയോട് ആരോ പറഞ്ഞു ഇത്രേ ഇക്ക മരിച്ചൂന്ന്. ഏപ്രിൽ ഫൂൾ ആക്കിയതാ. എന്താ നമുക്കൊന്ന് പുറത്തേക്ക് പോകണം. എന്നോടൊരു കാര്യം പറയാൻ. ഞാനില്ല, എനിക്കവിടെ വേറെ പണിയുണ്ട്. നിങ്ങൾ അവിടെ കാത്തിട്ടുണ്ട്. ഈ സാരി നന്നായിട്ടില്ലേ? ഇക്ക വാങ്ങി തന്നതാ. ഇപ്പൊ വരും. നിങ്ങൾ എങ്ങനെ എന്നെ കൊണ്ടുപോണേ? എനിക്കവിടെ പണിയുള്ളതാ. എന്താ ഉമ്മ എന്തിനാ കരയണേ? ഇപ്പൊ വരില്ലേ? പിന്നെ എന്തിനാ കരയണേ? ഇപ്പൊ വരും. മാറ്റ്. ഇവിടെ കൊണ്ട് വെച്ചേ. മോളെ നീ എന്താ ഇവിടെ നിൽക്കണേ? വാ മോളെ വാ, നമുക്ക് ഡ്രസ് മാറണ്ടേ? നോക്കിക്കേ, നീ ഒന്ന് നോക്കിക്കേ. കരണ്ടിരിക്കണ്ടോ? എല്ലാരും ഇങ്ങനെ പണിയുണ്ട്. ഈ പെട്ടി മാറ്റ്. മോളെ മോളെ വാപ്പാക്കൊരു ഉമ്മ കൊടുത്തു.
അപ്പൊ മയ്യത്തെടുക്കല്ലേ മൂടിക്കോളി. ഇനിയുള്ള നിശ്വാസമാർക്കു വേണ്ടി താളം പിഴച്ചയൻ ജീവിത നൗകയെ തിരമാല കനിയാത്തതെന്തേ ആലത്തിനധിപതിയേ ഇനിയുള്ള നിശ്വാസമാർക്കു വേണ്ടി കാനൽ ജലമാണു നിൻ ജീവനാഥൻ കാനൽ ജലമാണു നിൻ ജീവനാഥൻ കരളിൽ തുടിപ്പുണ്ടു കാണാൻ പക്ഷേ ഇനിയും കാണാൻ കഴിയാത്തതെന്തേ ഇനിയും ഈ ജന്മത്തെ കനിയാത്തതെന്തേ ഇനിയുള്ള നിശ്വാസമാർക്കു വേണ്ടി കരഞ്ഞു കരഞ്ഞെന്റെ കണ്ണുനീർ സാഗരവും വറ്റി വരണ്ടു പോയി കൊടും വേനലിലെ പാടം കടക്കി കരഞ്ഞു കരഞ്ഞെന്റെ കണ്ണുനീർ സാഗരവും വറ്റി വരണ്ടു പോയി കൊടും വേനലിലെ പാടം കടക്കി ഈ ഗർഭപാത്രവും വിറയ്ക്കുന്നു മുലയൂട്ടി വിട്ടയൻ മാറിടം പിടയ്ക്കുന്നു നാഥാ ഇനിയുള്ള നിശ്വാസമാർക്കു വേണ്ടി സായം സന്ധ്യയിൽ കൂടു തേടുന്നൊരാ കാക്കപ്പക്ഷി നിനക്കുമുണ്ടൊരു ലക്ഷ്യസ്ഥാനം സായം സന്ധ്യയിൽ കൂടു തേടുന്നൊരാ കാക്കപ്പക്ഷി നിനക്കുമുണ്ടൊരു ലക്ഷ്യസ്ഥാനം പുന്നാരമുത്തേ നിന്നെ തലോടാനായൊരു പിതാവിനെ തേടി എങ്ങു പോകും ഇനിയുള്ള നിശ്വാസമാർക്കു വേണ്ടി ഇതാണോ സിദ്ദീഖിന്റെ വീട്? ആരാ? ഞാൻ റഷീദ്, സിദ്ദീഖിന്റെ അടുത്തുനിന്നാ, ഖത്തറിലുള്ള. ഓ ഇരിക്കി. ഓനിക്ക് ഏനക്കേടൊന്നും ഇല്ലല്ലോ? ഏയ് സുഖ, രണ്ടാൾക്ക് സുഖ. അനക്ക് എന്താ കുടിക്കാൻ വേണ്ടി? എനിക്ക് വെള്ളം മതി. സമീറ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുത്തോളി. പഞ്ചാര വേണ്ടിനോ?
ഏയ് വേണ്ട. 10 മാസം ചോന്നു തീട്ടവും മൂത്രവും കോരി കയ്യാ വളർന്നു കാലാ വളർന്നു വെച്ച് ഇത്രയൊക്കെ നോക്കിയപ്പോ പെറ്റ കുടീനെ മറപ്പിച്ച് കളഞ്ഞല്ലേ ആ പണക്കാരത്തി. സങ്കടമുണ്ട് കുട്ടിയെ, എന്റെ കരള് കഴിക്കുന്നുണ്ട്. സമീറ, ഉമ്മ വെള്ളം ഇങ്ങോട്ട് കൊടുക്കും മോളെ. അന്റെ ആങ്ങളുടെ അടുത്തുനിന്ന് വരണതാ. അരി തിളച്ചെങ്കിലേ ആ കിണ്ണത്തിൽ ഇച്ചിരി പറഞ്ഞോളി, വരണുണ്ട്. ശരി ഉമ്മ. ഇവള് ഒടുക്കത്തതാ. 6 എണ്ണം ചോന്നു, 4 എണ്ണം പടച്ചോനെടുത്തു, 2 എണ്ണം എനിക്ക് തന്നു. അതീന്നിപ്പോ ഒന്നും. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ആമിനുവിന് ഇന്ന് വിരുന്നാരൊക്കെ ഉണ്ടല്ലോ. സെറ്റിക്ക് എന്റെ ചങ്ങായിയാ. ഞാൻ ഊഹിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? ആ സുഖാണ്. കെട്ടിയോക്കോ? എല്ലാവർക്കും സുഖാണ്. മതി. മോന്റെ പേരെന്താണ്? റഷീദ്. റഷീദ് പഠിച്ചോന്റെ പേരാണ്. അബ്ദുൾ റഷീദ്, അള്ളാന്റെ അടിമ, അങ്ങനെ പറയണം. നിങ്ങളിരുന്ന് സംസാരിക്കും, ഞമ്മള് പോയിട്ടൊരു കായാക്കട്ടെ. പൊന്നിന്റെ വിലയാണ് ഇനി ഒരു ബസ്സിനുള്ളൂല്ല. പിന്നെ ചോറ് കഴിച്ചിട്ട് പോയാ മതി. നല്ല അത്യാവശ്യം ചെമ്മീൻ കറി ഉണ്ട് ട്ടാ. ഇത് സിദ്ദീഖിന്റെ വാപ്പയായിരുന്നോ? ഈ വാപ്പയുടെ ഡെപ്പോസിറ്റിനെ കുറിച്ചാണോ അവനെന്ന് പറഞ്ഞത്? ആ എല്ലും തോലും പോലത്തെ മനുഷ്യൻ ഒരു ദിവസം മുളങ്കാവ് തോളി വെച്ചില്ലെങ്കി ഈ കുടിയിൽ തീ പോകയല്ല. ഉമ്മ ഇത് ആരോട് പറയണേ? ആ ഇക്കതാ പുറത്ത് നിൽക്കണു. ഒന്നും വിചാരിക്കണ്ട, ഉമ്മാക്ക് കണ്ണ് കാണൂല. ഇതാ, ഇത് കയ്യിൽ വെച്ചോളൂ. ഞാൻ പോയിട്ട് വരാം. വേഗം വയ്ക്കോ, വേഗം വയ്ക്കോ. അതാരാണ്? പോപ്പോ പോപ്പോ വണ്ടി കണ്ട. ഇതാര്? എന്താ ഇത്? ഇതിനാണോ എല്ലാം ഉപേക്ഷിച്ചെന്ന്? ഇത് മൂത്തവളുടെ കുഞ്ഞാ. നമുക്ക് അകത്തേക്ക് പോവാം. ഒളിവചനമില്ലാതെ ഭരണം നടത്തിയ മഹാബലിക്ക് തെറ്റിയോ? തന്നെപ്പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന് തെറ്റിയെന്നോ? തന്നെപ്പറ്റി തന്റെ അയൽക്കാർ നല്ലവരെന്ന് പറയുന്നത് വരെ ഒരുത്തരും സ്വർഗ്ഗത്തിൽ പ്രവേശത്തിന് അർഹനല്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിക്ക് അവനെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നിന്റെ താമസമൊക്കെ റൂം മാറി നോക്കി, പറ്റണില്ല. ആ മുഖം മനസ്സിന്ന് മായുന്നില്ല കൃഷ്ണേട്ടാ. തന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു അവന്. നിന്റെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ പോലും അഭിമാനത്തോടെയായിരുന്നു അവൻ കണ്ടിരുന്നത്. ചേട്ടനോട് മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ. ആ കുട്ടിക്ക് ഇപ്പോൾ 3 തവണ ഷോക്ക് കൊടുത്തു. ഒരു മാറ്റവും ഇല്ല. അവിടെ പോയി വന്നാൽ പിന്നെ ആ കുട്ടി കണ്ണിമയ്ക്കാതെ എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്ന പോലെ തോന്നും. സത്താറിൻ്റെ പേരിൽ 5-6 കത്തുകൾ വന്നു. നീ പൊട്ടിച്ചു നോക്കുമെന്ന് ജോസൂട്ടി നിർബന്ധം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കത്തിൽ വരാൻ താമസിച്ചിട്ടുള്ള പരാതിയും പരിഭവങ്ങളും മുംതാസിൻ്റെ മനസ്സിലിപ്പോഴും
അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല. മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോ കയറി പോന്നതാ ഞാൻ. എനിക്കൊന്ന് അവിടെ വരെ പോകണം കൃഷ്ണേട്ടാ. ഞാനും വരാം. അച്ചച്ച, മോളുടെ ബാപ്പ എന്നാ വരിക? മോൾക്ക് കുറച്ച് മിഠായി. മോളപ്പുറത്ത് പോയി കളിച്ചോ. ഇത് റഷീദല്ലേ? അതെ. മോളുടെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം മുട്ടുകയാണ് കൃഷ്ണേട്ടാ. ഡോക്ടർ എന്ത് പറയുന്നു? മുംതാസിനിപ്പോ എന്നും കുളിച്ചൊരുങ്ങി അളിയന്റെ വരവും കാത്തിരിക്കും, രാത്രി വരെ. സുഖമില്ലാത്ത വാപ്പയും കണ്ണുനീർ വറ്റാത്ത ഉമ്മയും. ഇവരെക്കുറിച്ച് ഓർത്തപ്പോ വിവരങ്ങൾ മനസ്സിലാക്കിയ മാനേജർ ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം തന്നു. അളിയനെ ജീവനോടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും കത്തിലൂടെയും ഫോണിലൂടെയും ഞങ്ങൾ ഒരുപാട് അടുത്തിരുന്നു. ഇന്ന് മുംതാസിനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസാ. കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ അനന്ത, നമുക്ക് ഒരുമിച്ച് പോവാം. ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിക്കാം. ബ്രെയിൻ കൊടുക്കുന്ന റൂൾസുകൾ നടപ്പിലാക്കുക എന്ന വർക്കാണ് അതിനുള്ളത്. നമ്മുടെ ഭൂതകാല ക്രിയകളെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയുണ്ട് ആ കൂട്ടത്തിൽ. അവയ്ക്ക് വൈറസ് ബാധിച്ചാലുണ്ടാകുന്ന ഒരുതരം ഡിലീറ്റിംഗ്. അതാണ് മുംതാസിന് സംഭവിച്ചിട്ടുള്ളത്. ഈ ചികിത്സയിലൂടെ എന്തെങ്കിലും പ്രതിവിധി? ഓഫ് കോഴ്സ്, മെഡിസിൻ കൊണ്ട് മാത്രം ഒരു ട്രീറ്റ്മെന്റ് ആൻഡ് ഇമ്പോസിബിൾ. ബട്ട് ഇനിയുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. ദൈവത്തോടുള്ള പ്രാർത്ഥനയും മുംതാസുമായി അടുപ്പമുള്ളവരുടെ ആത്മാർത്ഥമായ ശ്രമവുമുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം. മുംതാസിനൊരു ഭർത്താവുണ്ട്. അയാളുടെ വരവും പ്രതീക്ഷിച്ചാണ് ആ കുട്ടി ഇരിക്കുന്നത്. എന്നാൽ അയാളുടെ രൂപമോ ഭാവമോ ഇപ്പോൾ അവൾക്കറിയില്ല. എല്ലാം അറിയുന്ന, അതിലുപരി ഒരു ത്യാഗത്തിന് തയ്യാറുള്ള ഒരാളുടെ നായകസ്ഥാനം, അതാണ് പ്രധാനം. ആ സാമീപ്യം ഒരുപക്ഷെ അവളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഡോക്ടർ പറഞ്ഞു വരുന്നത് മുംതാസിന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. ഭർത്താവിന്റെ വരവും കാത്തിരിക്കുന്ന ഒരു ദിവസം അയാൾ വരുന്നു. അബ്ദുൾ സത്താർ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ സൂസന്നെയാണ്. എന്റെ ഭർത്താവ് എന്നെ ചിന്നു എന്ന് വിളിക്കും. മോളേന്നും മുത്തേന്നും പല രൂപത്തിലും ഭാര്യമാരെ ഭർത്താക്കന്മാർ വിളിക്കാറുണ്ട്. പക്ഷേ മേഡം പറഞ്ഞതുപോലെ ഒരാളെ കിട്ടാൻ അതിനാരെങ്കിലും തയ്യാറാവോ? അതിന് നിങ്ങൾ ശ്രമിക്കണം. റിലേറ്റീവ്സിൽ മറ്റും മുട്ടുവിൻ തോർക്കപ്പെടുമെന്നല്ലേ? ഡോക്ടർ പറഞ്ഞത് ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവും. പിന്നെ മറ്റന്നാൾ ഞാൻ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകും. എന്ത് വിഷമമുണ്ടെങ്കിലും വിളിക്കാനോ എഴുതാനോ മടിക്കണ്ട. പോട്ടെ, ഞങ്ങളുണ്ടാവും. എൻ്റെ ഇളാപ്പാടെ മകനാണ് ഷുക്കൂർ. ന്യൂമോണിയ പിടിപെട്ടാണ് അവൻ്റെ ഭാര്യ മരിച്ചത്. കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ചൊരു മാസം അത്രേ അവരുടെ ദാമ്പത്യം നിലനിന്നുള്ളൂ. ഞാൻ ഷുക്കൂറിനോട് പറഞ്ഞു നോക്കട്ടെ, എന്താ വാപ്പാടെ അഭിപ്രായം? എന്താന്ന് വെച്ചാ വേണ്ട ഇജ്ജങ്ങട് ചെയ്യും. ഇങ്ങനെയെങ്കിൽ എന്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ. ഉണ്ടാവും വാപ്പാ. പടത്തോൻ്റെ അരികിലിരുന്ന് അളിയനത് സന്തോഷത്തോടെ കാണും.
ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح فقال مخبرا وآمرا وانكحوا الأيام منكم والصالحين من عبادكم وإمائكم ഇക്കാക്ക വന്നു. വാപ്പാ ഇനി എന്നെ വിട്ടു പോവോ? ഇല്ല, ഇനി എൻ്റെ മുന്തൂനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല.
الساعة